അതിന് ട്രോളർമാരെ പേടിച്ച് പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇപ്പോൾ നാട്ടിലുള്ള നേതാക്കളുടെ ചില ദൃശ്യങ്ങൾ ട്രോളാവുകയാണ്. ഈ ഒടുവിലായി KC വേണുഗോപാൽ ഒരു വീട് സന്ദർശിക്കുന്നത്, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഒപ്പം തന്നെ ഈ ഡെലിവറി ഏജന്റിന്റെ ബൈക്കിൽ നിന്ന് സഞ്ചരിക്കുന്നതൊക്കെ ഇപ്പോൾ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ PR ആക്ഷേപങ്ങളോട് എന്താണ് പ്രതികരണം? KC വേണുഗോപാൽ ഇവിടെ ഡൽഹിയിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ട് ചോദിക്കാം. ഒന്ന് രണ്ടാമത്തെ കാര്യം, ഈ ട്രോളർമാർക്ക് എന്തെങ്കിലും പണി വേണ്ടേ? അവർക്ക് എന്തെങ്കിലുമൊക്കെ പണി വേണം. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ അവർ ട്രോൾ ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്തുക, അതിൽ ആത്മനിർവൃത്തി അടയുക എന്നുള്ള ഒരു ഇന്നത്തെ സമൂഹത്തിലാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും ആരും ഇതൊക്കെ എന്താണ്, ഈ ട്രോളർമാരെ പേടിച്ച് ആർക്കെങ്കിലും ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ ഇപ്പോൾ വിളിക്കുന്നത്. അതുകൊണ്ട് ട്രോളർമാർ ട്രോളിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താല്പര്യപ്പെട്ട പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതിന് ട്രോളർമാരെ പേടിച്ച് പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ദളിത് മുഖമാണ് കേരളത്തിൽ അഖിലേന്ത്യാതലത്തിൽ AICC അധ്യക്ഷൻ. കേരളത്തിൽ ഇതുപോലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇതുവരെ KPC അധ്യക്ഷ സ്ഥാനം ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് കോൺഗ്രസിനെ പോലെ ഈ സമവാക്യങ്ങൾ ചെയ്യുന്നൊരു പാർട്ടിക്ക് അത്തരമൊരു പ്രസിഡന്റ് വേണമെന്നൊരു അഭിപ്രായമുണ്ട്. അല്ല, അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല. ഞങ്ങൾ കേരളത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള അതിതീവ്ര ശ്രമത്തിലാണ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര വൻപിച്ച വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കുക, പിണറായി വിജയൻ്റെ മൂന്നാം പിണറായി ഭരണം ഒരു തരത്തിലും അത് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇത് വിപുലമായ പരിപാടികളുമായി, പാർട്ടി പരിപാടികളുമായി, മുന്നണി പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മറ്റ് ഒരു ചോദ്യത്തിനും യാതൊരു പ്രസക്തിയില്ല. ഈ സംവരണ മണ്ഡലങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും നിർദ്ദേശം കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ടാകും? അല്ല, സംവരണ മണ്ഡലങ്ങൾ 14 പട്ടികജാതിയും 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ സംവരണ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ വേണ്ടത്ര ഒരു ഹോംവർക്ക് കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇത്തവണ അതല്ല. ഈ 14 SC 2 ST വരുന്ന 16 മണ്ഡലങ്ങളും അതീവ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിൽ ഇത്തവണ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ, ആ മണ്ഡലത്തിലെ ജാതി സമുദായ സമവാക്യങ്ങളെയൊക്കെ തന്നെ അനുകൂലമാക്കി കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഹോംവർക്ക് ചെയ്തായിരിക്കും ആ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പോകുന്നത്. അതാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഏറ്റവും അനുയോജ്യരായ, വിജയസാധ്യതയുള്ള മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ആ വിഭാഗത്തിന് കണ്ടെത്തി മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തി യുവ നേതാക്കൾക്ക് കൂടുതൽ അവസരം ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം 53 പേർക്ക് യുവ നേതാക്കൾക്ക് സീറ്റ് കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. CPM പോലും അത്രയും സീറ്റുകൾ യുവാക്കൾക്ക് കൊടുത്തില്ല, യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കൊടുത്തില്ല. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇടതുപക്ഷ തരംഗത്തിൽ ഒരുപക്ഷെ 1-2 പേർക്ക് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് യുവാക്കളെ നിർത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും പാർട്ടിക്കില്ല. പരമാവധി യുവാക്കളെ, വിജയസാധ്യതയുള്ള യുവാക്കളെ സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പട്ടികവർഗ സീറ്റുകളിൽ 16 APL കുമാറും IC മാത്രമാണ് ജയിച്ചിരുന്നത്. അപ്പോൾ വിജയശതമാനം വളരെയധികം കുറവാണ് ഈ സംവരണ മണ്ഡലങ്ങളിൽ. ഇപ്രാവശ്യം എന്ത് തന്ത്രങ്ങളാണ് നിങ്ങൾ മെനയുന്നത്? ഇല്ല, പട്ടികവർഗ മണ്ഡലങ്ങളിൽ മാത്രമല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം UDFന് പരാജയം ഉണ്ടായത്. ജനറൽ മണ്ഡലത്തിലും പ്രതീക്ഷിച്ച അല്ലെങ്കിൽ UDF സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി മണ്ഡലങ്ങൾ പരാജയപ്പെട്ടല്ലോ. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ്, അതെ, പട്ടികവർഗ മണ്ഡലങ്ങളിൽ മാത്രമല്ല പരാജയമുണ്ടായി, ജനറൽ മണ്ഡലങ്ങളിലും കാലാകാലങ്ങളിൽ UDF ജയിച്ചുകൊണ്ടിരുന്ന പല മണ്ഡലങ്ങളിലും UDF പരാജയപ്പെട്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊരു ഒരു തരംഗം LDFന് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡും അതുപോലുള്ള കിറ്റ് കൊടുപ്പും ഇതൊക്കെയായിരുന്നു ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അപ്രതീക്ഷിതമായ പല മണ്ഡലങ്ങളും അവർ വിജയിച്ചത്. UDFൻ്റെ പല മണ്ഡലങ്ങളും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ എന്തായാലും അതുണ്ടാവില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇത്തവണ ഇടതുപക്ഷ സഹയാത്രികർ പോലും LDFന് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സാഹിത്യകാരന്മാരും എഴുത്തുകാരും കവികൾ പോലും CPMനെ കൈവിട്ടിരിക്കുന്നു. VS അച്യുതാനന്ദൻ്റെ നിഴലായി അദ്ദേഹത്തോടൊപ്പം നടന്നിരുന്ന സുരേഷ് എന്ന് പറയുന്ന CPM പുറത്താക്കിയിരിക്കുന്ന അദ്ദേഹം പോലും ഇന്ന് UDFൻ്റെ ഭാഗമാകുന്നു. UDF വേദിയിൽ വന്ന്
പുതുകൈ യാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുന്നു. ഐഷ പോറ്റിയെ പോലെ 3 പ്രാവശ്യം MLA ആയിരുന്നു, വലിയ ജനപിന്തുണയുള്ള വലിയ സ്വീകാര്യതയുള്ള അവർ CPM വിട്ട് കോൺഗ്രസ് ചേർന്നിരിക്കുന്നു. ഇടുക്കിയിൽ 3 പ്രാവശ്യം MLA ആയിരുന്ന രാജേന്ദ്രൻ CPM വിട്ടു പോയിരിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായും ഇന്ന് CPMൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അവർ ഒരു ജീർണത മൊത്തത്തിൽ CPMനെ ബാധിച്ചിട്ടുണ്ടെന്ന് അവരുടെ സഹയാത്രികർ തന്നെ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് പോലും പ്രതീക്ഷയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ UDF സംവരണ മണ്ഡലങ്ങളായിരുന്നാലും ജനറൽ മണ്ഡലങ്ങളിലായിരുന്നാലും UDF വലിയ മുന്നേറ്റം നടത്തും. ഞങ്ങൾ കണക്ക് കൂട്ടിയിരിക്കുന്ന 100 സീറ്റ്, ചിലപ്പോൾ അതിലും കൂടുതലായി സീറ്റുകൾ ഞങ്ങൾ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനമായോ? ഇല്ല, അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. MP മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഞാൻ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കണമെന്ന അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ്.